നമസ്കാരം. ഇന്നത്തെ ചോദ്യം നമുക്ക് പരിശോധിക്കാം. ലോഗ് 1 മൈനസ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. എക്സിൻ്റെ വാല്യൂ -1നും 1നും ഇടയ്ക്കാണ്. ദെൻ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1/2 ദ വാല്യൂ ഓഫ് 225 ഇൻറ്റു വൈ ഡാഷ് മൈനസ് വൈ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെയും സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഡിഫറൻസിനെ 225 മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വില കിട്ടുമെന്നുള്ളതാണ് ചോദിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വൈ ഡാഷ് കണ്ടുപിടിക്കണം അല്ലേ? ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വൈ ഡാഷ്. അപ്പോൾ വൈ നമുക്കിവിടെ എഴുതാം. വൈ ഈസ് ഈക്വൽ ടു ലോഗ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ്. അതാണല്ലോ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ, ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ആണ് വൈ ഡാഷ്. അപ്പോൾ എന്താണ് ലോഗിൻ്റെ ഡെറിവേറ്റീവ്? എന്താണെന്ന് അറിയാം. നമുക്കറിയാം 1/x ആണ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇത് തന്നെ ലോഗ് ഓഫ് ഈ റാഷണൽ നമ്പറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററോടൊപ്പം മുകളിൽ പോകും. അപ്പം എന്താണ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് 1/1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഡിനോമിനേറ്റർ നോമെടുത്തു. അപ്പോൾ എന്താണ് ഇൻറ്റു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഉള്ളതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ബ്രാക്കറ്റ് ഉള്ളത് ആരാണ്? കോഷ്യൻ്റ് ആണ്. അപ്പം ഡിനോമിനേറ്റർ ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു -2x മൈനസ്. ഇനി ഏതാണ്? ന്യൂമറേറ്റർ ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2x ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ക്ലിയർ? ഇനി നമുക്ക് ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എന്ത് കിട്ടും? 1 പ്ലസ് ഇവിടെ ഒരു 1 പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ വെട്ടിപ്പോയി. അപ്പം ബാക്കി എന്തുകൊണ്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു -2x എന്ന് പറഞ്ഞാൽ എന്താണ്? -2x ഇൻറ്റു എക്സ് സ്ക്വയർ -2x ക്യൂബ് -1 ഇൻറ്റു 2x -2x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2x ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? ഇവിടെ ഒരു 1 പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു 1 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് റേസ് ടു 4. ഇവിടെ എന്ത് വെട്ടിപ്പോവും? -2x ക്യൂബ് പ്ലസ് 2x ക്യൂബ് വെട്ടിപ്പോവും. ബാക്കി എന്ത് കിട്ടും? -2x എത്രയാണ്? അപ്പോൾ വൈ ഡാഷ് എന്ന് പറയുന്നത് നമുക്കിവിടെ എഴുതാം. എന്താണ്? -4x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് റേസ് ടു 4. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഇനി എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. വൈ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു. അപ്പോൾ എന്താണ്? ഇത് കോഷ്യൻ്റ് ഫോമാണ്. ഡിനോമിനേറ്റർ ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു 4 ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു -4 -4x into derivative of denominator that is equal to -4x cube whole divided by 1 minus x raised to 4 the whole square. അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. -4 ഇൻറ്റു 1 -4 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4x raised to 4 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്? മൈനസ് 4 ഇൻറ്റു 4 16 x raised to x into x raised to 3 x raised to 4 divided by 1 minus x raised to 4 the whole square. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? -4 പ്ലസ് 4x raised to 4 മൈനസ് 16x raised to 4 എന്താണ്? -12x raised to 4 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് റേസ് ടു 4 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ പ്രത്യേകം എടുത്ത് എഴുതാം വൈ ഡബിൾ ഡാഷ് എന്ന് പറയും. വൈ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? -4 അല്ലെങ്കിൽ വേണ്ട, നമുക്ക് മൈനസിന് പുറത്തെടുക്കാം. -4 ഇൻറ്റു -4 പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടും? 1
plus 3x raised to 4 whole divided by 1 minus x raised to 4 the whole square. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? y മൈനസ് y ഡാഷ് കണ്ടുപിടിക്കണം അല്ലേ? y മൈനസ് y ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം y നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? y നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ എന്താണ്? -4x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് റേസ് ടു 4. അപ്പോൾ അത് എഴുതാം. y മൈനസ് y ഡാഷ് എന്താണ്? -4x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് റേസ് ടു 4. y മൈനസ് ആണല്ലോ, മൈനസ്. ഇനി എന്താണ്? y ഡബിൾ ഡാഷ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? -4 1 + 3. അപ്പോൾ മൈനസ് മൈനസും ഇത് പ്ലസ്സായി 4 × 1 + 3x raised to 4 whole divided by 1 minus x raised to 4 the whole square. ഇതാണ് y മൈനസ് y ഡബിൾ ഡാഷ് y ഡാഷ് മൈനസ് y ഡബിൾ ഡാഷ്. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടുത്തെ എൽ സി എടുക്കുമ്പോൾ പവറാണ്. ഇത് 1 മൈനസ് എക്സ് റേസ് ടു 4 ദ ഹോൾ സ്ക്വയർ ആണ് ഹൈയസ്റ്റ് പവർ. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും -4x × 1 മൈനസ് എക്സ് റേസ് ടു 4 പറഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് പോകും, പ്ലസ് 4 × നമുക്ക് ബ്രാക്കറ്റ് കൊടുക്കാം 4 + 12x raised to 4 the whole divided by 1 minus x raised to 4 the whole square. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. -4x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4x raised to 5 പ്ലസ് 4 പ്ലസ് 12x raised to 4 whole divided by 1 minus x raised to 4 the whole square. ഇത് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? അറ്റ് x ഈസ് ഈക്വൽ ടു 1/2. അറ്റ് x ഈസ് ഈക്വൽ ടു 1/2 അല്ലാണ്ട് വിലാണ്ട് പിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ എന്താണ്? x ഈസ് ഈക്വൽ ടു 1/2 ആകുമ്പോൾ എന്ത് കിട്ടും? -4 × 1/2 പ്ലസ് 4 × 1/x raised to 5 എന്ന് പറയുമ്പോൾ 2 raised to 5 32 പ്ലസ് 4 പ്ലസ് 12 × x raised to 4 എന്ന് പറയുമ്പോൾ 1/16 whole divided by 1 minus 1/16 the whole square. ഇത് വെട്ടിപ്പോകുമല്ലോ. 2ഉം 4ഉം 2 വെട്ടിപ്പോകും. 4 32 വെട്ടപ്പോൾ 8 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 4 കൊണ്ട് വെട്ടുമ്പോൾ 3, 4 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് ചെറുതായി കിട്ടി. എന്ത് കിട്ടി? -2 പ്ലസ് 1/8 പ്ലസ് 4 plus 3/4 the whole divided by 16 minus 1 15/16 the whole square. 15/16 the whole square. അപ്പോൾ 16 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്ററാണ്. അപ്പോൾ അത് മുകളിൽ പോകും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മുകളിലത്തുള്ള എന്തെല്ലാം 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? -16. 8 കൊണ്ട് മൾട്ടിപ്ലൈ എന്തുകൊണ്ടാണ്? 8 ആണ് ഹയസ്റ്റ് വാല്യൂ. എൽ സി എം ആണ് 8ൻ്റെ 4ൻ്റെ. -16 പ്ലസ് 1 പ്ലസ് 8 കൊണ്ട് മൾട്ടിപ്ലൈ 4 32 പ്ലസ് 6 ഇൻറ്റു 16 സ്ക്വയർ എത്രയാണ്? 256 ഡിവൈഡ് ബൈ 15 സ്ക്വയർ എത്രയാണ്? 225. അപ്പം 32 6 38 38 1 കൂട്ട് 39 പ്ലസ് 16 എത്രയാണ്? 36 38 1 39. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 23 കിട്ടില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 23 × 256. ഇവിടെ ഡിവൈഡ് ബൈ 8 ഉണ്ട്. സോറി, എൽ സി എമ്മിൻ്റെ 8. 23/8 × 25 256 ഡിവൈഡ് ബൈ 225. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കാം.
ക്വസ്റ്റ്യൻ നോക്കേണ്ടത് നമ്മുടെ ആ ഫംഗ്ഷനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 225 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടി? 8 കൊണ്ട് 256 കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 32. അപ്പം നമ്മുടെ ആൻസർ 23 ഇൻറ്റു 32 ഡിവൈഡ് ബൈ 225 എന്ന് കിട്ടി. ഇനി y മൈനസ് y ഡാഷ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 225 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ 225 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ആൻസർ കിട്ടി 23 ഗുണം 32. 23 ഗുണം 32 എത്ര കിട്ടും? 736. 736. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. നന്ദി, നമസ്കാരം.